ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ ബൈബിൾ വായനാ ഭാഗം മർക്കോസ് സുവിശേഷം 9-ാം അധ്യായം 31-ാം വാക്യം. അവൻ തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ച് അവരോട്, മനുഷ്യപുത്രൻ മനുഷ്യരുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടും, അവർ അവനെ കൊല്ലും, കൊന്നിട്ട് 3-ാം നാൾ കഴിഞ്ഞ ശേഷം അവൻ ഉയർത്തെഴുന്നേൽക്കും എന്ന് പറഞ്ഞു. ക്രിസ്തുയേശുവിൽ ഏവർക്കും സ്നേഹവന്ദനം. യേശു തൻ്റെ മരണത്തെക്കുറിച്ച് ശിഷ്യന്മാരെ പഠിപ്പിക്കുന്ന വേദഭാഗമാണിത്. ദൈവത്തിൻ്റെ രക്ഷാപദ്ധതിയുടെ ഏറ്റവും നിർണായകമായതും ഇതുതന്നെ. ദൈവപുത്രനായ യേശുക്രിസ്തുവിൻ്റെ ദൈവസ്വഭാവത്തെയും മനുഷ്യത്വത്തെയും ഊന്നിപ്പറഞ്ഞുകൊണ്ടാണ് മനുഷ്യപുത്രൻ എന്ന് തന്നെക്കുറിച്ച് യേശു പറഞ്ഞിരിക്കുന്നത്. പിതാവായ ദൈവത്തിൻ്റെ ഹിതപ്രകാരം മനുഷ്യപുത്രനായ യേശുക്രിസ്തു മനുഷ്യരുടെ കരങ്ങളിൽ ഏൽപ്പിക്കപ്പെടുവാനും കൊല്ലപ്പെടുവാനുമുള്ള ത്യാഗപൂർണമായ പ്രവൃത്തി പൂർണ്ണ മനസ്സോടെ യേശു സ്വീകരിക്കുന്നു. 3-ാം നാൾ കഴിഞ്ഞ ശേഷം അവൻ ഉയർത്തെഴുന്നേൽക്കും എന്നുള്ളത് അന്ധകാരത്തിൻ്റെ മേൽ വെളിച്ചത്തിൻ്റെ വിജയമായും മരണത്തിൻ്റെ മേൽ ജീവന്റെ വിജയമായും കാണുന്നു. മത്തായി സുവിശേഷം 12:40 യോന കടലാമയുടെ വയറ്റിൽ 3 രാവും 3 പകലും ഇരുന്നത് പോലെ മനുഷ്യപുത്രൻ 3 രാവും 3 പകലും ഭൂമിയുടെ ഉള്ളിൽ ഇരിക്കും എന്ന് ശാസ്ത്രിമാരോടും പരീശന്മാരോടും പറഞ്ഞത് നിവൃത്തിയാകുന്നു. യെശയ്യാവ് 53:5 എന്നാൽ അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നുമിരിക്കുന്നു, നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവൻ്റെ മേലായി, അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു എന്നെഴുതിയിരിക്കുന്നു. നാം പാപം സംബന്ധിച്ചു മരിച്ചു നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ തൻ്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി, അവൻ്റെ അടിപ്പിണരാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു എന്ന് പത്രോസ് അപ്പോസ്തലൻ രേഖപ്പെടുത്തിയിരിക്കുന്നു. യേശുവിൻ്റെ യാഗത്തിലൂടെയുള്ള വീണ്ടെടുപ്പിൻ്റെ ആശയത്തെയും വീണ്ടെടുപ്പ് ശക്തിയെയും അടിവരയിടുന്നതാണ് ക്രൂശുമരണം. യേശുക്രിസ്തുവിൻ്റെ ക്രൂശുമരണവും ഉയർത്തെഴുന്നേൽപ്പും പാപത്തിലകപ്പെട്ടുപോയ മനുഷ്യരെ വീണ്ടെടുക്കുവാനുള്ള ദൈവപദ്ധതിയുടെ പൂർത്തീകരണമാണ്. ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടാണ് യേശു. യേശു നമുക്ക് വേണ്ടി മരിച്ചു, ഉയർത്തെഴുന്നേറ്റു, പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. യേശു എന്തിനു വേണ്ടി മരിച്ചു എന്ന് ഓരോരുത്തരും അറിയുക എന്നുള്ളതാണ് പ്രധാനം. ആ അറിവിലൂടെയുള്ള വിശ്വാസം യേശുവിൽ ആശ്രയിക്കുവാനും നിത്യജീവനെ പ്രാപിക്കുവാൻ ഇടയായിത്തീരുകയും ചെയ്യുന്നു. ഈ വചനങ്ങളാൽ ദൈവം നമ്മേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. God bless us all.